വെൽക്കം ടു പ്ലാൻ സെപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തേക്കുന്ന ടോപ്പിക് PCR-ന്റെ ടൈപ്സ് ആണ്. അബൌട്ട് 9 ടൈപ്സ് ഓഫ് PCR ആണ് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ അതിനു മുന്നേ PCR റിലേറ്റ് ചെയ്തിട്ടുള്ള അവയുടെ സ്റ്റെപ്സും പ്രിൻസിപ്പിൾസും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഈ ഒരു ടൈപ്സ് പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആ ഒരു സ്റ്റെപ്പ് ബേസ് ചെയ്തിട്ടാണ് ഓരോ ടൈപ്പും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസ് എടുത്ത് തരണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഒപ്പം ഈ ഒരു ക്ലാസ്സിന്റെ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിച്ചേക്കുക. സോ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺവെൻഷണൽ അല്ലെങ്കിൽ എൻഡ് പോയിന്റ് PCR ആണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടൈപ്പ് ആണ്. നമ്മൾ നോർമലി പറയുന്ന ആ ഒരു PCR-ന്റെ അതേ സ്റ്റെപ്പ് തന്നെയാണ് കൺവെൻഷണൽ PCR-ലും വരുന്നത്. അപ്പം അതായത് മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ DNA-യുടെ ആംപ്ലിഫിക്കേഷൻ ആണല്ലേ PCR എന്ന് പറയുന്നത്. അതൊരു റിപ്പീറ്റഡ് സൈക്കിൾസ് വഴിയാണ് DNA-യുടെ ആംപ്ലിഫിക്കേഷൻ. സാധാരണ പ്രോസസ് ആയിട്ടുള്ള ഒരു DNA ടെംപ്ലേറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഡീനാച്ചുറേഷൻ നടത്തുകയാണ്, ഹാൻഡലിംഗ് നടക്കുന്നു, ഇലോങ്ങേഷൻ. ഈ 3 സ്റ്റെപ്സ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കൺവെൻഷണൽ PCR. പക്ഷെ ഇവിടെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ദ ഫൈനൽ ആംപ്ലിഫൈഡ് പ്രൊഡക്റ്റ് ഈസ് അനലൈസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ റിയാക്ഷൻ. റിയാക്ഷൻ എല്ലാം കഴിഞ്ഞ് ആംപ്ലിഫിക്കേഷൻ നടന്ന് ആ ഒരു PCR-ന്റെ പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷമാണ് അതിനെ നമ്മൾ ഫൈനലി നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റിനെയാണ് അനലൈസ് ചെയ്യുന്നത്. ആംപ്ലിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു പേര് എൻഡ് പോയിന്റ് PCR എന്നുള്ള പേരും വന്നത്. ഓക്കെ, അപ്പം ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് DNA, ഒരു ടെംപ്ലേറ്റ് DNA ആവശ്യമാണ്. രണ്ട് ടൈപ്പ് പ്രൈമേഴ്സ് ഉണ്ട്, ഫോർവേഡ് ആൻഡ് റിവേഴ്സ് പ്രൈമേഴ്സ്, ടാഗ് DNA പോളിമറൈസ്, DNTPase, MgCl2 ബഫർ സൊല്യൂഷൻ. ഇതാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത്. സോ അതിന് ബേസ് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? ഒരു 95 ഡിഗ്രി സെൽഷ്യസിൽ തെർമോസൈക്ലറിൽ വെച്ചിട്ടാണ് ഈ ഒരു മെത്തേഡ് നടക്കുന്നത്. DNA ടെംപ്ലേറ്റിനെ എന്ത് ചെയ്യാണ്? ഡീനാച്ചുറേറ്റ് ചെയ്യുന്നു, 2 സിംഗിൾ സ്ട്രാൻഡ് ആക്കിയിട്ട് മാറ്റും. അതിന് ശേഷം ആനിലിംഗ് ആണ്, അതായത് പ്രൈമറിനെ ആഡ് ചെയ്യും. അപ്പോൾ ഉള്ള ടെമ്പറേച്ചർ എത്രയാണ്? 50 to 65 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ അതിനുശേഷം ടാഗ് പോളിമറൈസിനെ യൂസ് ചെയ്തിട്ട് ഇലോങ്ങേഷൻ 72 ഡിഗ്രി സെൽഷ്യസിൽ നടത്തുന്നു. അതെല്ലാം പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫൈനൽ ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് വെച്ചിട്ട് അനലൈസ് ചെയ്യുന്നു. ക്വാളിറ്റേറ്റീവ് ആൻഡ് സെമി ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളതാണ് കേട്ടോ. അത് കുറച്ച് സ്ലോവർ ആൻഡ് ലെസ് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ഈ ഒരു കൺവെൻഷണൽ മെത്തേഡ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് കൺവെൻഷണൽ മെത്തേഡ്സിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. സാധാരണ ഒരു PCR എങ്ങനെയാണോ ആ ഒരു മെത്തേഡാണ് കൺവെൻഷണൽ PCR-ൽ വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ളതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓക്കെ, അപ്പൊ റിയൽ ടൈം PCR-ന്റെ മറ്റൊരു പേരാണ് qPCR എന്ന് പറയുന്നത്. സോ ഇത് മെയിൻ ആയിട്ട് ഈ ഒരു റിയൽ ടൈം കൺവെൻഷണലിൽ നിന്നുള്ള വ്യത്യാസം ഓരോ സൈക്കിളും, ഈച്ച് സൈക്കിൾ കംപ്ലീറ്റ് ആകുമ്പോഴും ആ ഒരു പ്രൊഡക്റ്റിനെ അനലൈസ് ചെയ്യുന്നു. അതായത് ഡ്യൂറിങ് ദ PCR ആംപ്ലിഫിക്കേഷൻ നടത്തുന്നുണ്ട്. മറ്റേത് എൻഡിൽ മാത്രമേ നടത്തുന്നുള്ളായിരുന്നു. പക്ഷെ ഇതിൽ റിയൽ ടൈം ആണ്. ഓരോ ആംപ്ലിഫിക്കേഷൻ നടക്കുമ്പോഴും എത്ര DNA സിന്തസൈസ് ചെയ്തു എന്നുള്ളത് ബേസ് ചെയ്ത് ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് DNA ആംപ്ലിഫിക്കേഷന്റെ സമയത്ത് ഡ്യൂറിങ് PCR ആംപ്ലിഫിക്കേഷൻ ഫ്ലൂറസെൻസ് ഇൻക്രീസസ് പ്രൊപ്പോർഷണലി വിത്ത് ദ എമൗണ്ട് ഓഫ് DNA സിന്തസൈസ്. DNA എത്രയാണോ ഇൻക്രീസ് ചെയ്യുന്നത് ആ DNA-യുടെ നമ്പർ ബേസ് ചെയ്തിട്ട് ഫ്ലൂറസെൻസും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലൂറസെന്റ് ഡൈ ബേസ് ചെയ്തിട്ടാണ് റിയൽ ടൈം PCR അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ദ സൈക്കിൾ നമ്പർ അറ്റ് വിച്ച് ഫ്ലൂറസെന്റ് ക്രോസസ് എ ത്രെഷോൾഡ്, അതായത് ഫ്ലൂറസെൻസ് അത്രയും എത്ര നല്ലോണം ബ്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റുമോ അത്രയും ബ്രൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ മാക്സിമം ലെവൽ എത്തുന്നത് ഏറ്റവും കൂടുതൽ സൈക്കിൾ ഓഫ് നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോഴാണ്. ആ ഒരു ഫ്ലൂറസെന്റിന്റെ ലെവലിനെ നമ്മൾ CT വാല്യൂ അല്ലെങ്കിൽ സൈക്കിൾ ത്രെഷോൾഡ് വാല്യൂ എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ റിയൽ ടൈം PCR സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് CT വാല്യൂ കുറവാണ്. പക്ഷെ അതിന്റെ അർത്ഥം ഇനീഷ്യൽ ടെംപ്ലേറ്റ് കോൺസെൻട്രേഷൻ കൂടുതലാണ്, ടെംപ്ലേറ്റിന്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ. ഇനി നമ്മൾ ഓരോ പ്രോസസ്സ് കഴിയുന്തോറും ഈ ഒരു CT വാല്യൂ കൂടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ടെംപ്ലേറ്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നു, അവിടെ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് കൂടി വരുന്നു എന്നാണ്. അപ്പൊ മെയിൻ ആയിട്ട് റിയൽ ടൈം PCR-ന്റെ പ്രിൻസിപ്പിൾ ഇതാണ്. ഇനി അതിന്റെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? ഈ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കൺവെൻഷണൽ PCR-ന്റെ അതേ സ്റ്റെപ്പ്, അതായത് ആനിലിംഗ് ആ ഒരു തുടക്കം ഉണ്ടല്ലോ, പ്രൈമർ
ഡീനാച്ചുറേഷൻ, ആനിലിംഗ്, എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന മെത്തേഡ്. അതിന് ഓരോ സൈക്കിൾ കഴിയുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അനാലിസിസ് നടത്തുന്നുണ്ട്. അത് ഓരോ സൈക്കിൾ കഴിയുമ്പോഴും ഒരു ഫ്ലൂറസെന്റ് ഡൈ അല്ലെങ്കിൽ പ്രോബ് ആണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓരോ സൈക്കിൾ കഴിയുമ്പോഴും ഫ്ലൂറസെന്റിനെ മെഷർ ചെയ്യുന്നു. ആ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് qPCR മെഷീൻ യൂസ് ചെയ്തിട്ട് ഫ്ലൂറസെന്റിനെ മെഷർ ചെയ്യും. ഈ ഒരു ഫ്ലൂറസെന്റിനെ മെഷർ ചെയ്തതിന് ശേഷം DNA ക്വാണ്ടിറ്റി റിയൽ ടൈം ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനലൈസ് ചെയ്തിട്ട് ഒരു ഗ്രാഫ് ഉണ്ടാക്കും. ആംപ്ലിഫിക്കേഷൻ നടത്തുന്നത് ഇന്റർപ്രറ്റ് ചെയ്യും. ഇതാണ് റിയൽ ടൈം PCR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു റിയൽ ടൈം PCR തന്നെ മെയിൻലി 2 ടൈപ്പ് ഉണ്ട്. ആ ഒരു ടൈപ്പും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തേതാണ് SYBR ഗ്രീൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡിൽ ഈ ഒരു ഡൈ ആണ് യൂസ് ചെയ്യുന്നത്. SYBR ഗ്രീൻ ഡൈ എന്ന് പറയുന്ന ഒരു ഫ്ലൂറസെന്റ് ഡൈ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഡൈ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA പോയിട്ട് ബൈൻഡ് ചെയ്യും. ഫ്ലൂറസെൻസ് അപ്പോൺ ബൈൻഡിങ്. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്നത് SYBR എന്ന് പറയുന്ന ഗ്രീൻ എന്ന് പറയുന്ന ഡൈ ആണ്. അപ്പൊ ഇത് അത്രയും കോസ്റ്റ് ഇഫക്റ്റീവ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ആണ്. പക്ഷേ ഈ ഒരു ഡൈ ആണെങ്കിൽ അത് നമ്മൾ നോൺ സ്പെസിഫിക്, നമ്മൾ ഉദ്ദേശിക്കാത്ത പ്രൊഡക്റ്റിന്, ഏത് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടും ബൈൻഡ് ചെയ്യാം. ഡൈമർ ആണ്, ബൈൻഡ്സ് നോൺ സ്പെസിഫിക് പ്രൊഡക്റ്റ്. അതിൽ രണ്ടാമത്തെ ടൈപ്പാണ് ടാഗ്മാൻ പ്രോബ് മെത്തേഡ്. അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഫ്ലൂറസെന്റ് പ്രോബ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സ്പെസിഫിക് സൈറ്റിൽ മാത്രമേ പോയിട്ട് ബൈൻഡ് ചെയ്യുള്ളൂ. പ്രോബ് ഈസ് ക്ലീവഡ് ബൈ ടാഗ് പോളിമറൈസ്. ഈ ഒരു പ്രോബ് അവിടെ വെച്ച് കഴിഞ്ഞാൽ ടാഗ് പോളിമറൈസ് വന്നിട്ട് അതിനെ ക്ലീവ് ചെയ്യുന്നു. അവ ഹൈലി സ്പെസിഫിക് ആണ്. ടാഗ്മാൻ പ്രോബ് എന്ന് പറയുമ്പോൾ ഹൈലി സ്പെസിഫിക് ആണ്, പക്ഷെ അതിന് എക്സ്പെൻസ് കൂടുതലാണ്. ഇതാണ് മെയിൻ ആയിട്ട് റിയൽ ടൈമും കൺവെൻഷണലും തമ്മിലുള്ള വ്യത്യാസം. കൺവെൻഷണൽ എൻഡ് പോയിന്റിലാണ്, പക്ഷെ റിയൽ ടൈം ഡ്യൂറിങ് ദ പ്രോസസ് ആണ് ആ ഒരു പ്രോസസ്സ് നടത്തുന്നത്. ദെൻ മൂന്നാമത്തേതാണ് RT-PCR അല്ലെങ്കിൽ റിവേഴ്സ് PCR എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ PCR എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഈ ഒരു ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് എന്താ, നമുക്ക് RNA-യിൽ നിന്ന് ആംപ്ലിഫിക്കേഷൻ ഡയറക്റ്റ് ആയിട്ട് നടത്താൻ വേണ്ടി പറ്റില്ല. അത് RNA-യിൽ ടാഗ് പോളിമറൈസ് വന്നിട്ട് ആക്ടിവിറ്റി നടത്താൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ RNA ഉള്ള കേസിൽ, RNA ഉള്ള ജനറ്റിക് മെറ്റീരിയൽ ഉള്ള ആൾക്കാരുടെ ആ ഒരു RNA ആണ് നമുക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ അതിനെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടത്തണം, അല്ലേ? അതായത് നമ്മൾ സെൻട്രൽ ഡോഗ്മ എന്നൊക്കെ കേട്ടിട്ടില്ല. അതായത് RNA-നെ DNA ആക്കിയിട്ട് മാറ്റണം ആദ്യം, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആംപ്ലിഫിക്കേഷൻ നടത്തുന്നത്. ഇതിന്റെ മെത്തേഡ് ആൻഡ് പ്രിൻസിപ്പിളും അത് തന്നെയാണ്. RNA ടാഗ് പോളിമറൈസ് വന്ന് ആക്ട് ചെയ്യില്ല. RNA-നെ നമ്മൾ എന്ത് ചെയ്യും, cDNA ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഒരു cDNA കോംപ്ലിമെന്ററി DNA ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. അപ്പൊ ഈ ഒരു റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ കോംപ്ലിമെന്ററി DNA, cDNA ആണ് PCR യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, ആംപ്ലിഫൈ ചെയ്യുന്നത്. യൂസ് ഇറ്റ് ഫോർ RNA ഡിറ്റക്ഷൻ, RNA വൈറസിന്റെ ഡിറ്റക്ഷനോ അല്ലെങ്കിൽ ജീൻ എക്സ്പ്രഷൻ അനാലിസിസിനോ ഒക്കെയാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്ന ആദ്യം ഈ ഒരു RNA ആണ് ടെംപ്ലേറ്റ്. അപ്പൊ RNA-യിൽ എന്ത് ചെയ്യാണ്, ഒരു പ്രൈമർ വന്ന് ആഡ് ചെയ്തു. അതിനുശേഷം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈമിന്റെ പ്രസൻസിൽ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു സ്ട്രാൻഡ് ഉണ്ടായി. അപ്പൊ എന്തുണ്ടായി, cDNA ഉണ്ടായി. ആ ഒരു cDNA-ക്കാണ് നെക്സ്റ്റ് എന്ത് സംഭവിക്കുന്നത്, cDNA സ്പെസിഫിക് ആയിട്ടുള്ള പ്രൈമേഴ്സും PCR ടെക്നിക്സും യൂസ് ചെയ്തിട്ട് ആംപ്ലിഫൈ ചെയ്യുന്നു. നോർമൽ ആയിട്ടുള്ള PCR-ന്റെ പ്രോസസ് ആണ്. ഇതാണ് മെയിൻലി RT-PCR എന്ന് പറയുന്നത്. RT-PCR എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒന്ന് വൺ സ്റ്റെപ്പ് RT-PCR ആണ്. വൺ സ്റ്റെപ്പ് RT-PCR എന്ന് പറയുമ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ, ഈ 2 പ്രോസസ്സും നടക്കുന്നത് ഒരു ട്യൂബിൽ തന്നെ, എല്ലാം ഒരുമിച്ച് സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതാണ് ഫാസ്റ്റർ ആൻഡ് ലെസ് കണ്ടാമിനേഷൻ ആയിട്ടുള്ള ആ ഒരു ടൈപ്പാണ് വൺ സ്റ്റെപ്പ് RT-PCR എന്ന് പറയുന്നത്. 2 സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ട്യൂബിൽ, ഇതൊരു ട്യൂബിൽ നടക്കുന്നു, അതിൽ നിന്ന് പിന്നെയും മാറ്റിയിട്ട് രണ്ടാമത്തെ ട്യൂബിൽ എന്ത് ചെയ്യും, സാധാരണ PCR-ന്റെ പ്രോസസ്സ് നടക്കും. പക്ഷെ ഇത് മോർ സെൻസിറ്റീവ് ആയിരിക്കും, പക്ഷെ ഫ്ലെക്സിബിൾ ആണ്. ജീൻ എക്സ്പ്രഷൻ സ്റ്റഡീസിനൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്
ഈ ഒരു RT-PCR ആണ്. ഓക്കെ, ഇനി RT-PCR cDNA സിന്തസിസ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈമേഴ്സും കൂടി ഏതാണെന്ന് ഒന്ന് പഠിച്ചു വെക്കുക. ഒന്നാമത്തത് എന്താ, ഒളിഗോ DT പ്രൈമേഴ്സ്. ഒളിഗോ പ്രൈമേഴ്സ് ആണ്, അതായത് തൈമിൻ ആണ് പോയിട്ട് ഇത് തൈമിൻ ആണ് ഇവിടെ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. സോ അവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും, ബൈൻഡ് പോളി എ ടെയിൽസിലായിരിക്കും, അഡിനിന്റെ പോർഷനിലായിരിക്കും ഈ ഒരു തൈമിൻ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, മെയിൻലി യുക്കാരിയോട്ടിക് mRNA കേസിലാണ് ഈ ഒരു ഒളിഗോ പ്രൈമേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ ഒരു ടോട്ടൽ DNA ആണ് ആംപ്ലിഫൈ ചെയ്യേണ്ടതെങ്കിൽ അല്ലെങ്കിൽ cDNA ഉണ്ടാക്കണമെങ്കിൽ റാൻഡം ഹെക്സാമേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പോർഷൻ ആണെങ്കിൽ നമ്മൾ ജീൻ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൈമേഴ്സും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെയിൻലി RNA വൈറസിനെയാണ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു RT-PCR യൂസ് ചെയ്തത്. ഓക്കെ, cDNA കൺവേർട്ട് ചെയ്തിട്ടാണ്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ദെൻ നാലാമത്തേതാണ് നെസ്റ്റഡ് PCR. ഓക്കെ, ഒരു നെസ്റ്റഡ് PCR എന്ന് പറയുമ്പം അവയുടെ പ്രിൻസിപ്പിൾ അവ രണ്ട് ടൈപ്പ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് PCR ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ്. അപ്പം എന്താണ് നെസ്റ്റഡ് PCR എന്ന് വെച്ചാൽ അതിന്റെ പ്രിൻസിപ്പിൾ, ഫസ്റ്റ് PCR ആംപ്ലിഫൈ, ഒന്നാമത്തെ PCR നടക്കുമ്പോൾ ലാർജർ DNA ഫ്രാഗ്മെന്റിന് ഒരു ഔട്ടർ പ്രൈമറി യൂസ് ചെയ്തിട്ട്, ഓക്കെ, ആദ്യം ഒരു PCR നോർമൽ ആയിട്ടുള്ള ഒരു PCR നടക്കും. അതിൽ എന്ത് ചെയ്യും, ഒരു ഔട്ടർ പ്രൈമർ, അതാണ് പഠിക്കുന്നത്, ഒരു ഔട്ടർ പ്രൈമറി യൂസ് ചെയ്തിട്ട് ആണ് ആദ്യത്തെ PCR, അതായത് രണ്ട് സെറ്റ് ഓഫ് പ്രൈമേഴ്സ് ഈ നെസ്റ്റഡ് PCRന് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ആ കിട്ടിയ ഔട്ടർ പ്രൈമറി യൂസ് ചെയ്തിട്ട് കിട്ടിയ ഫസ്റ്റ് PCRന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് സെക്കൻഡ് PCR നടക്കും. ഓക്കെ, ദ സെക്കൻഡ് PCR യൂസസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഫസ്റ്റ് PCR. സോ അതിന് ഒരു ടെംപ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യും. അതിൽ നമ്മളൊരു ഇന്നർ പ്രൈമർ ആണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഇന്നർ പ്രൈമറിനെയാണ് നമ്മൾ നെസ്റ്റഡ് പ്രൈമർ എന്ന് പറയുന്നത്. കുറച്ചും കൂടി സ്മോൾ ആയിട്ടുള്ള ഇന്റേണൽ ഫ്രാഗ്മെന്റ്സ് യൂസിങ് ഇന്നർ പ്രൈമേഴ്സ് ആണ് സെക്കൻഡ് PCRന് യൂസ് ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് പ്രൈമർ ലാർജ് DNA ഫ്രാഗ്മെന്റ് ആണ്. സെക്കൻഡ് പ്രൈമർ എന്ന് പറയുമ്പോൾ ഫസ്റ്റിൽ നിന്ന് കിട്ടിയ സ്മോൾ ടെംപ്ലേറ്റിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇന്നർ പ്രൈമർ ആണ്. ആ രണ്ട് ടേം ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഇത് ബേസ് ചെയ്തിട്ട് സ്റ്റെപ്സ് ഒന്ന് അനലൈസ് ചെയ്താൽ, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഫസ്റ്റ് PCR ആണ്. ഒക്കെ ഒരു DNA, ഇതാണ് ഒരു DNA, ഇത് കോമൺ ആയിട്ടുള്ള ഒരു പിക്ചർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഒരു DNA ടെംപ്ലേറ്റ് എങ്കിൽ ഈ ഒരു DNA ടെംപ്ലേറ്റിൽ ഒരു ഔട്ടർ പ്രൈമർ നമ്മൾ വെച്ചിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള PCR സൈക്കിൾ സാധാരണയുള്ള പ്രോസസ്സ് നമ്മൾ നടത്തും. എന്നിട്ട് എന്ത് ചെയ്യും, പ്രൈമറി ആംപ്ലിക്കോഡ്, ഇവിടെ പ്രൈമറി ആംപ്ലിഫിക്കേഷൻ നടത്തിയ കുറെ പ്രൊഡക്റ്റ് കിട്ടും. പക്ഷെ ആ ഒരു പ്രൊഡക്റ്റിൽ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡക്റ്റും നമുക്ക് ആവശ്യമില്ലാത്ത ആ ഒരു പ്രൊഡക്റ്റും ഉണ്ടാകാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള രണ്ടാമത്തെ ഒരു PCR മെത്തേഡ് നോക്കണം. അപ്പൊ അത്രയും ഹൈലി സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റ് DNA പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ പ്രൈമർ ആയിട്ടുള്ള ഇന്നർ പ്രൈമർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ദ സ്മോൾ അലിക്വഡ് ഓഫ് ഫസ്റ്റ് PCR പ്രൊഡക്റ്റ്, അതായത് ഫസ്റ്റ് PCRൽ നിന്ന് നമുക്ക് വേണ്ട ചെറിയൊരു പോർഷൻ മാത്രം എടുത്തിട്ടാണ്, ഇന്നർ പ്രൈമർ യൂസ് ചെയ്തിട്ടാണ് പിന്നീടുള്ള ആംപ്ലിഫിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, ഇനി ഫൈനൽ ആയിട്ടുള്ള ഈ ഒരു PCRന്റെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. സോ ഇത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. കൺവെൻഷണൽ ആയിട്ടുള്ള സെപ്പറേറ്റ് നെസ്റ്റഡ് PCR ആണ്. അതിൽ ഈ ഒരു രണ്ട് റിയാക്ഷൻ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് PCR നടക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ട്യൂബിൽ വെച്ചിട്ടാണെങ്കിൽ അതാണ് കൺവെൻഷണൽ മെത്തേഡ്. ഇനി സെമി നെസ്റ്റഡ് മെത്തേഡ് ആണെങ്കിൽ വൺ പ്രൈമർ ഫ്രം ഫസ്റ്റ് റൗണ്ട് റീയൂസ്, ഇത് സെപ്പറേറ്റ് ആക്ഷൻ അല്ല, അതായത് ആദ്യം എടുത്ത പ്രൈമർ തന്നെ പിന്നെയും അടുത്ത പ്രോസസ്സിലൊക്കെ റീയൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സെമി നെസ്റ്റഡ് PCR. ഇപ്പം മെയിൻലി പാത്തോജന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടും റിസർച്ച് ഡയഗ്നോസിസിന് വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു നെസ്റ്റഡ് PCRന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത രണ്ട് റൗണ്ട് ഓഫ് ആംപ്ലിഫിക്കേഷൻ വിത്ത് 2 പ്രൈമർ. എന്തിനു വേണ്ടിയിട്ടാണ്, സ്പെസിഫിസിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മൾട്ടിപ്ലക്സ് PCR ആണ്. ഇപ്പൊ ഒരു മൾട്ടിപ്ലക്സ് PCR എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഇവിടെ യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ PCR ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോറി, മൾട്ടിപ്പിൾ പ്രൈമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് മൾട്ടിപ്പിൾ പ്രൈമേഴ്സ്
സെയിം റിയാക്ഷൻ മിക്സ്ചറിൽ നമ്മൾ ആഡ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാ? അതായത് നമുക്ക് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ടാർഗറ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. ആ ഡിഫറെന്റ് ടാർഗറ്റിനെ സെയിം ടൈം നമുക്ക് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രൈമേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈച്ച് പ്രൈമേഴ്സ് പെയർ സ്പെസിഫിക്കലി ആംപ്ലിഫൈ എ ഡിഫറെന്റ് ടാർഗറ്റ് സീക്വൻസ്. അതായത് ഒന്നിൽ കൂടുതൽ വേരിയന്റ്, ഇപ്പൊ ഞാനൊരു DNA എടുത്തു, ഇതാണ് ഒരു DNA, അതേപോലെ തന്നെ വേറെ ഒന്ന് ഒരു 2-3 വേരിയൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ ഇപ്പൊ 2 മാത്രം വെച്ച് വരക്കാം. അപ്പൊ ഈ 2 നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൈമേഴ്സ്, നമുക്ക് സ്പെസിഫിക് സീക്വൻസ് കാണുമല്ലോ ഈ 2 ആ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൈമേഴ്സ് വെച്ചിട്ട് നമ്മൾ അതിനെ ആംപ്ലിഫൈ ചെയ്തു. പ്രൈമേഴ്സ് യൂസ് ചെയ്തിട്ട് ആംപ്ലിഫൈ ചെയ്തത് നമ്മൾ എവിടെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്, ഒരു സെയിം റിയാക്ഷൻ മിക്സ്ചറിൽ വെച്ചിട്ടാണ് ആംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, ഒരു സെയിം റിയാക്ഷൻ മിക്സ്ചറിൽ വെച്ചിട്ട് ആംപ്ലിഫൈ ചെയ്തെന്ന് വിചാരിക്കുക. അതായത് ഇതാണ് ഒരു റിയാക്ഷൻ മിക്സ്ചർ എങ്കിൽ ഇതാണ് നമ്മളുടെ ട്യൂബ്, ഇവിടെയാണ് നമ്മൾ DNTPs ഒക്കെ ഇടുന്നത്. അപ്പൊ ഈ 2 ഈ ഒരു സെയിം റിയാക്ഷൻ മിക്സറിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള PCR പ്രോസസ്സ് നടത്തുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഡിഫറെന്റ് ടാർഗറ്റിനെ തന്നെ സെയിം ടൈം വളരെ ഈ രീതിയിൽ കുറക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് മൾട്ടിപ്ലക്സ് PCR എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ പ്രൈമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ പ്രൈമറും എന്താണ്, ഓരോ ടാർഗറ്റ് സീക്വൻസിനെ മാത്രമേ പോയിട്ട് പെയർ ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് ഓരോ പ്രൈമറും വെച്ച് കിട്ടുന്ന ഒരു ടെംപ്ലേറ്റ് സീക്വൻസ് ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു സീക്വൻസ് ആംപ്ലിക്യോൺസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് സൈസ് ആൻഡ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ജെൽ ഇലക്ട്രോഫോറസിസ്. നമ്മൾ ഓരോ പ്രൈമർ വെച്ചിട്ട് ഒരു റിയാക്ഷൻ ട്യൂബ് തന്നെയാണ് ഇടുന്നത്, പക്ഷെ ഓരോ പ്രൈമറും ഓരോ സൈസിലായിരിക്കും ആപ്ലിക്കോൺസിനെ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ സൈസും അതിൽ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രോബിനെയും യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ പ്രൈമറിനെയും ബേസ് ചെയ്തിട്ടുള്ള സ്ട്രാൻഡിനെ ആംപ്ലിക്കോൺസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ചും കൂടി മെത്തേഡ് ബേസ് ചെയ്തിട്ട് പറഞ്ഞാല്, ഒന്നാമത്തത് റിയാക്ഷൻ സെറ്റപ്പ് ആണ്. ഒന്നാമത്തെ സ്റ്റേജ് റിയാക്ഷൻ സെറ്റപ്പ് ആണ്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ടെംപ്ലേറ്റ് DNAs ഉണ്ടാക്കും. അപ്പൊ ഒരു ടെംപ്ലേറ്റ് DNAയിൽ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ഡിസീസസ് ഉള്ള അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാത്തജൻസ് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെംപ്ലേറ്റിൽ തന്നെ മൾട്ടിപ്പിൾ സീക്വൻസ് ആക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ടെംപ്ലേറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പൊ ഒരു ടെംപ്ലേറ്റിൽ തന്നെയാണെങ്കിൽ നമ്മൾ അതിലേക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രൈമേഴ്സിനെ ആഡ് ചെയ്യുന്നു. പ്രൈമർ ആഡ് ചെയ്തതിനു ശേഷം പോളിമറൈസേഷന് ടാഗ് പോളിമറൈസും ആഡ് ചെയ്യുന്നു. അതുകൂടാതെ ആ ഒരു പ്രോസസ്സിനെ സഹായിക്കുന്ന DNTPs ബഫറും MgCl2 ഒക്കെ ആഡ് ചെയ്തു, ഒരു റിയാക്ഷൻ സെറ്റപ്പ് ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ സാധാരണ PCR ഈ ഒരു ടെമ്പറേച്ചറിൽ ഡീനാച്ചുറേഷൻ നടത്തി ആനലിംഗ്, സിംഗിൾ ഒപ്റ്റിമൈസ്ഡ് ടെമ്പറേച്ചർ ആനലിംഗും എക്സ്റ്റൻഷനും നടത്തി. അതിനുശേഷം നമ്മൾ അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് വഴി ഡിറ്റക്ട് ചെയ്യും. അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബാൻഡ്സ് ഉണ്ടായിരിക്കും, അത് ഓരോന്നും ഡിഫറെന്റ് സൈസിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓരോ സൈസും എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്ത പ്രൈമറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ PCRന് നമുക്ക് എന്തുണ്ട്, കുറച്ച് റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു റിക്വയർമെന്റ്സ് എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് നമ്മൾ പ്രൈമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, യൂസ് ചെയ്യുന്ന എല്ലാ പ്രൈമേഴ്സിന്റെയും ആനലിംഗ് ടെമ്പറേച്ചർ സിമിലർ ആയിരിക്കണം. ദെൻ പ്രൈമേഴ്സ് തമ്മിൽ ഇന്ററാക്ഷൻ പാടില്ല, പ്രൈമറും തമ്മിൽ ഇന്ററാക്ഷൻ പാടില്ല. ഡിസ്റ്റിങ്ക്ട് സൈസിലുള്ള ആംപ്ലിക്കോൺസ് ആയിരിക്കണം ഈ ഒരു പ്രൈമർ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, Mg2+ന്റെയും പ്രൈമറിന്റെയും കോൺസെൻട്രേഷൻ ഒരു ഒപ്റ്റിമൈസ്ഡ് ലെവലിലായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. ഇതിന് മെയിൻ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പ്ലാന്റ് പാത്തജൻസിനെ സൈമിൾട്ടേനിയസ് ആയിട്ട് സെയിം ടൈം തന്നെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ബ്രീഡിംഗ് പ്രോഗ്രാംസിലൊക്കെ മാർക്കർ അസിസ്റ്റൻസ് ആയിട്ടുള്ള സെലക്ഷന് വേണ്ടിയിട്ടും ഈ ഒരു സ്പീഷീസിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടും ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിന്റെ ആ ഒരു ഡിറ്റക്ഷന് വേണ്ടിയിട്ടും GMOയുടെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടും ഒക്കെ മെയിൻ ആയിട്ട് ഒരു മൾട്ടിപ്ലക്സ് PCR യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ ഹോട്ട് സ്റ്റാർട്ട് PCR ആണ്. ഹോട്ട് സ്റ്റാർട്ട് PCR. അപ്പം ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പം സാധാരണ റൂം ടെമ്പറേച്ചറിൽ പ്രൈമേഴ്സ് എന്ത് ചെയ്യാം, നോൺ സ്പെസിഫിക്കൽ ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് പ്രൈമർ ഡൈമർ ആയിട്ടുള്ള ഒരു ഫോർമേഷന് കാരണമാകുന്നുണ്ട്.
അതായത് റൂം ടെമ്പറേച്ചർ ആകുമ്പോൾ പ്രൈമർ എന്ത് ചെയ്യും, വേറൊരു പ്രൈമറുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് പ്രൈമർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. സോ ഇൻ ഹോട്ട് സ്റ്റാർ PCR പോളിമറൈസ് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത്, ആ ഒരു റിയാക്ഷൻ സെറ്റപ്പിൽ യൂസ് ചെയ്യുന്ന പോളിമറൈസ് ഇനാക്റ്റീവ് അറ്റ് റൂം ടെമ്പറേച്ചർ ആണ്. റൂം ടെമ്പറേച്ചറിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള പോളിമറൈസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, എൻസൈംസിന്റെ ആക്ടിവേഷൻ നടക്കുന്നത് ഹൈ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാത്രമാണ്. സോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നോൺ സ്പെസിഫിക് ആയിട്ടുള്ള, ബാക്കി പ്രോസസ്സിലൊക്കെ നടക്കാൻ ചാൻസ് ഉള്ള നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ആംപ്ലിഫിക്കേഷനെ പ്രിവെന്റ് ചെയ്യുക. പ്രോസസ് ഒക്കെ സെയിം തന്നെയാണ്, പക്ഷെ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്, ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള പോളിമറൈസ് ആണ് പ്രൈമറിന്റെ ഇന്ററാക്ഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇതിന്റെ മെയിൻ ആയിട്ടുള്ള മെത്തേഡ് എന്ത് ചെയ്യും, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള DNA പോളിമറൈസ് യൂസ് ചെയ്യും. ദെൻ ഹൈ ടെമ്പറേച്ചർ നമ്മൾ PCR ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പം എൻസൈം എന്ത് ചെയ്യുന്നു, ആക്റ്റീവ് ആകുന്നു. അപ്പൊ എന്ത് ചെയ്യാം, നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ആംപ്ലിഫിക്കേഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതിന് തന്നെ മെയിൻ ആയിട്ട് 2 ടൈപ്പ് PCR ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ആന്റിബോഡി ബേസ്ഡ് ആയിട്ടുള്ള ഹോട്ട് സ്റ്റാർട്ട്. അതായത് DNA പോളിമറൈസ് എന്ന് പറയുന്നതിന് ഒരു ആന്റിബോഡി, ഒരു ഇൻഹിബിറ്ററി ആന്റിബോഡി ആയിട്ട് DNA പോളിമറൈസ് എന്ത് ചെയ്യും, ബൗണ്ട് ചെയ്യും. ഓക്കെ, ഇനി ഈ ഒരു ആന്റിബോഡി വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ DNA പോളിമറൈസ് ആക്റ്റീവ് അല്ല, ഇനാക്റ്റീവ് ആണ്. സോ ഇതിനെ ആക്റ്റീവ് ആക്കണമെങ്കിൽ അതായത് നമ്മൾ എന്ത് ചെയ്യും, ആന്റിബോഡിനെ ഡീനാച്ചുർ ചെയ്യണം. ഇനീഷ്യൽ ആയിട്ട് നമ്മൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ എൻസൈം ആക്ടിവേറ്റ് ആകുന്ന സമയത്ത് PCR സ്റ്റാർട്ട് ചെയ്താൽ എന്ത് ചെയ്യും, ആന്റിബോഡി ഡീനാച്ചുർ ആകും. സോ DNA പോളിമറൈസ് ആക്റ്റീവ് ആകും. അതാണ് ആന്റിബോഡി ബേസ്ഡ് ആയിട്ടുള്ള ഹോട്ട് സ്റ്റാർട്ട് മെത്തേഡ്. ഇനി കെമിക്കൽ മോഡിഫിക്കേഷൻ ആണെങ്കിൽ പോളിമറൈസിനെ നമ്മൾ കെമിക്കലി മോഡിഫൈ ചെയ്യുക. അപ്പം ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കെമിക്കൽസ്, ഇൻഹിബിറ്റ് ചെയ്യുന്ന കെമിക്കൽസിനെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യുന്നു, അത് ആക്റ്റീവ് ആകുന്നു. നെക്സ്റ്റ് മൂന്നാമത്തേതാണ് വാക്സ് ബാരിയർ മെത്തേഡ്. അതായത് വാക്സ് നമ്മൾ കൊടുക്കും. വാക്സ് എന്ന് പറയുന്നത് എൻസൈംസിന്, വാക്സ് സെപ്പറേറ്റ്സ് എൻസൈംസ് ഫ്രം അതർ കമ്പോണൻസ്. അതായത് DNA പോളിമറൈസിന് അതർ കമ്പോണന്റിൽ നിന്ന് വാക്സ് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സ് നടത്താൻ പറ്റില്ല, ടെംപ്ലേറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യും. പക്ഷെ ഹൈ ടെമ്പറേച്ചറിൽ വാക്സ് മെൽറ്റ് ആകുന്നു. അപ്പം ഈ ഒരു എൻസൈമിന്റെ സെപ്പറേഷൻ ഇല്ലാതാകുന്നു. DNA പോളിമറൈസിന് ആക്ട് ചെയ്യാനുള്ള ടെംപ്ലേറ്റ് കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ഹോട്ട് സ്റ്റാർ മെത്തേഡ് എന്ന് പറയുന്നത്. സോ അതിന് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്ലാന്റ് ജീൻസിന്റെ ആംപ്ലിഫിക്കേഷന്, ലോ കോപ്പി പ്ലാന്റ് ജീൻസിന്റെ ആംപ്ലിക്കേഷനും, ദെൻ GC റിച്ച് ആയിട്ടുള്ള പ്ലാന്റ് ജീനോമിന്റെ ആംപ്ലിഫിക്കേഷൻ, ദെൻ മോളിക്യുലാർ മാർക്കർ സ്റ്റഡീസിൽ എക്സാമ്പിൾ SSRും SNPയും ഒക്കെ യൂസ് ചെയ്യുന്നു. ദെൻ പാത്തജന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടും ഈ ഒരു ഹോട്ട് സ്റ്റാർട്ട് PCR യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടച്ച് ഡൗൺ PCR ആണ്. അപ്പൊ ഈ ഒരു ടച്ച് ഡൗൺ PCRന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ, ഞാൻ ഇതിലൊന്നും പിക്ചർ ഡയഗ്രാം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. നോർമൽ ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഓരോന്നിലും പറയുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ടച്ച് ഡൗൺ PCR എന്ന് പറയുമ്പം ഹൈ ഇനീഷ്യൽ ആനിലിംഗ് ടെമ്പറേച്ചർ ഫേവർ സ്പെസിഫിക് പ്രൈമർ ബൈൻഡിങ്. അതായത് പ്രൈമറി സ്പെസിഫിക് ആയിട്ട് മാത്രം ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യൽ ആനിലിംഗിന്റെ സമയത്ത് ഒരു ഹൈ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നു. അതിനുശേഷം ആനിലിംഗ് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, ഗ്രാജുവലി കുറച്ച് വന്നു. ആ ഒരു പ്രോസസ്സ് നടന്നാൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ആംപ്ലിഫിക്കേഷൻ ഓഫ് ദ ടാർഗറ്റഡ് സീക്വൻസ്, അതായത് സ്പെസിഫിസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ആനിലിംഗ് ടെമ്പറേച്ചർ എന്ത് ചെയ്യുക, കൂട്ടുന്നു. ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ കൂട്ടിയിട്ട് പിന്നീട് അത് ഗ്രാജുവലി കുറച്ച് വരികയാണ്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ അവ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്നു. അതായത് പ്രൈമറിന്റെ ഇന്ററാക്ഷൻ, പ്രൈമറും കൂടി ചേർന്ന് പ്രൈമർ ഡൈമർ ഫോർമേഷൻ ഉള്ളത് പെർഫോം ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാനാണ് ഈ ഒരു ടച്ച് ഡൗൺ പ്രോസസ്സിൽ ഒരു ടെമ്പറേച്ചർ കൂട്ടുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള മെത്തേഡ്, ആദ്യം ഒരു റിയാക്ഷൻ സെറ്റപ്പ് ഉണ്ടാക്കും. ഒരു ടെംപ്ലേറ്റ് DNAയും പ്രൈമറും DNT PTAC പോളിമറൈസ് ബഫർ ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് ഒരു സെറ്റപ്പ് ഉണ്ടാക്കി. ദെൻ ടച്ച് ഡൗൺ സ്ട്രാറ്റജിയിൽ ഒരു തെർമൽ സൈക്ലർ ആണ്. തെർമൽ സൈക്ലിംഗ് എന്ന് പറയുമ്പോൾ ഡീനാച്ചുറേഷൻ നടത്തുന്നത് സാധാരണയായിട്ടുള്ളത് പോലെ തന്നെ 94 മുതൽ 95 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേങ്കിൽ ആ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള ആനലിംഗ് നടത്തുമ്പോൾ എന്ത് ചെയ്യും, സ്റ്റാർട്ടിൽ ഒരു 5 to 10 ഡിഗ്രി സെൽഷ്യസ് അബൌവ് TM സാധാരണയുള്ള ടെമ്പറേച്ചറിൽ
TM എന്ന് പറയുന്നത് മെൽറ്റിംഗ് ടെമ്പറേച്ചർ ആണ് കേട്ടോ. അതായത് മെൽറ്റിംഗ് ടെമ്പറേച്ചറിനേക്കാളും ഈ ഒരു 5 to 10 ഡിഗ്രി സെൽഷ്യസ് കൂടും. അതായത് സാധാരണ രീതിയിൽ ആനലിംഗ് നടക്കുന്നത് ഒരു 3 to 5 ഡിഗ്രി സെൽഷ്യസിലാണ്. പക്ഷെങ്കിൽ അതിന്റെ എബോവ് ആയിട്ടുള്ള ഒരു 5 to 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആണ് ഇനീഷ്യലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ശേഷം ഓരോ സൈക്കിൾ നടത്തുമ്പോഴും ഒരു 0.5 അല്ലെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറച്ച് കൊണ്ടുവരും. ഓക്കെ, ഇനി എക്സ്റ്റൻഷന്റെ ടൈം ആകുമ്പോൾ അത് 72 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ട് ഒരു ടച്ച് ഡൗൺ പ്രോസസ്സിന്റെ ആ ഒരു തെർമൽ സൈക്ലിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പ്. അതിനുശേഷം ഫൈനൽ സൈക്കിൾസ് ഉണ്ടായിരിക്കണം. അതായത് മെയിൻറ്റെയിൻ ആനലിംഗ് അറ്റ് ഒപ്റ്റിമൽ TM ഫോർ റിമൈനിങ് സൈക്കിൾ. ബാക്കി വരുന്ന സൈക്കിൾസിനൊക്കെ ഒരു ഒപ്റ്റിമൽ ആയിട്ടുള്ള TM ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ ആയിട്ടുള്ള ഈൽഡ്, സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡക്റ്റിന്റെ ഈൽഡ് കിട്ടുന്നു. സോ അങ്ങനെ കിട്ടിയ ആംപ്ലിക്കോൺസിനെ നമ്മൾ അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അനലൈസ് ചെയ്യാം. ഓക്കെ, സോ അതിന്റെ മെയിൻ ആയിട്ടുള്ള ആംപ്ലിഫിക്കേഷൻ എന്ന് വെച്ചാൽ പ്ലാന്റ് ടെംപ്ലേറ്റ്സ്, പ്ലാന്റിലെ DNA ടെംപ്ലേറ്റ്സ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്ലാന്റ് DNA ടെംപ്ലേറ്റ്സിന്റെ ആപ്ലിക്കേഷൻ, GC റിച്ച് ആയിട്ടുള്ള DNA സീക്വൻസും, ദെൻ മൈക്രോ സാറ്റലൈറ്റിന്റെ അനാലിസിസ്, SSR ന്റെ ഒക്കെ അനാലിസിസ്, ദെൻ ക്ലോണിംഗ് ആൻഡ് സീക്വൻസിങ് ഓഫ് ലോ അബണ്ടൻസ് ജീൻസ്. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ആംപ്ലിഫിക്കേഷൻ ഫോർ ടച്ച് ഡൗൺ PCR എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഡിജിറ്റൽ PCR അല്ലെങ്കിൽ DPCR. ഈ ഒരു ഡിജിറ്റൽ PCRൽ നമ്മളൊരു DNA സാമ്പിൾ എടുക്കുമല്ലോ, ആ ഒരു സാമ്പിളിനെ ആദ്യം എന്ത് ചെയ്യും, thousands ഓഫ് ടൈനി റിയാക്ഷൻസ്, കുറേ ഡ്രോപ്ലെറ്റ്സ്, വെൽസ്, കുറേ ചാമ്പേഴ്സിൽ, കുഞ്ഞു പോർഷൻസിലൊക്കെ ടൈനി റിയാക്ഷൻസ്, കുറേ റിയാക്ഷൻ ട്യൂബിലേക്ക് അതിനെ മാറ്റും. ഓക്കെ, PCR ഈ ഓരോ പാർട്ടീഷനും, ആ ഓരോ ടൈനി ആയിട്ടുള്ള പോർഷൻസിനും ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ PCR നടത്തും. ഓക്കെ, അപ്പൊ ഈ ഒരു PCRൽ പോസിറ്റീവ് ആയിട്ട് ആംപ്ലിഫൈ ചെയ്തതും നെഗറ്റീവ് ആയിട്ട് ആംപ്ലിഫൈ ചെയ്തതും, അതായത് ആംപ്ലിഫിക്കേഷൻ നടന്നതും നടക്കാത്തതും ആയതിനെ നമ്മൾ കൗണ്ട് ചെയ്യും, നമ്പർ എണ്ണി നോക്കിയിട്ട് ആ ഒരു ടാർഗറ്റ് മോളിക്യൂൾസിന്റെ അബ്സല്യൂട്ട് ആയിട്ടുള്ള ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യും. കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു പോയിസൺ സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റെപ്സും കൂടി ഒന്ന് നോക്കുമ്പോൾ മനസ്സിലാകും. ആദ്യം എന്ത് ചെയ്യും, നമ്മൾ DNA ആണോ അല്ലെങ്കിൽ cDNA ആണോ ഏതാണ് എടുക്കുന്നതെങ്കിലും അതിനെ കുറേ ട്യൂബ്സിലോട്ട്, ഒരു കുറേ മൈക്രോ റിയാക്ഷൻ നടത്താനുള്ള ട്യൂബ്സിലോട്ട് നമ്മൾ മാറ്റി. അതിനുശേഷം ഓരോന്നിനെയും നമ്മൾ തെർമൽ സൈക്ലർ വെച്ചിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള PCR നടത്തി. അതിനുശേഷം ഫ്ലൂറസെൻസ് യൂസ് ചെയ്തിട്ട് അതിൽ പോസിറ്റീവ് ആയിട്ട് ആംപ്ലിഫിക്കേഷൻ നടന്ന PCRനെ നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം ആംപ്ലിഫിക്കേഷൻ നടന്നതും നടക്കാത്തതിന്റെയും നമ്മൾ കൗണ്ടിങ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അതിനുശേഷം ടാർഗറ്റ് മോളിക്യൂൾസിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അത് വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതാണ് മെയിൻ ആയിട്ട് ഡിജിറ്റൽ PCR എന്ന് പറയുന്നത്. ജീൻസിന്റെ അബ്സല്യൂട്ട് ആയിട്ടുള്ള എക്സാക്റ്റ് നമ്പർ മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ PCR ആണ് നടത്തുന്നത്. ഡിറ്റക്ഷൻ ഓഫ് റെയർ അലീൽസ്, പ്ലാന്റ് പോപ്പുലേഷൻസിലുള്ള റെയർ അലീൽസിലെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, ട്രാൻസ്ജീനിന്റെ കോപ്പി നമ്പർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, പ്ലാന്റ് പാത്തജൻസ്, ലോ അബണ്ടൻസ് ആയിട്ടുള്ള അളവ് കുറഞ്ഞ പ്ലാന്റ് പാത്തജനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും DNA സ്റ്റഡീസിനൊക്കെയാണ് മെയിൻലി ഡിജിറ്റൽ PCR അല്ലെങ്കിൽ DPCR യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ആണ് അലീൽ സ്പെസിഫിക് ആയിട്ടുള്ള PCR. ഈ ഒരു അലീൽ സ്പെസിഫിക് ആയിട്ടുള്ള PCR എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൈമറിനെ ഡിസൈൻ ചെയ്യുന്നത് ഒരു സ്പെസിഫിക് അലീൽസിനെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, ദ പ്രൈമർ 3' എൻഡ്, പ്രൈമറിന്റെ 3' എൻഡ് ഒരു ടാർഗറ്റ് അലീൽസ്, നമ്മളെ ടെംപ്ലേറ്റ് DNA കാണുന്ന ഒരു അലീൽസിന് കോംപ്ലിമെന്ററി ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു പ്രൈമർ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്താൽ മാത്രമേ ആംപ്ലിഫിക്കേഷൻ നടക്കുള്ളൂ. ഇപ്പൊ ഒരു 3' എൻഡിൽ എന്തെങ്കിലും മിസ് മാച്ച് ഉണ്ടായി കഴിഞ്ഞാൽ DNA പോളിമറൈസ് വഴിയുള്ള ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആകും. അതാണ് അലീൽ സ്പെസിഫിക് എന്ന് പറയുന്നത്. ഓക്കെ, അലീൽസ് പ്രസന്റ് ആയിരിക്കണം, അലീൽ പ്രൈമറിന് കോംപ്ലിമെന്ററി ആയിരിക്കണം. ഇപ്പൊ മ്യൂട്ടേഷന്റെ സ്റ്റഡിക്കൊക്കെയാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ നമ്മൾ മ്യൂട്ടേഷൻ അലീൽസിൽ മാറ്റം വരുമല്ലോ, അപ്പൊ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു പ്രൈമറി വെച്ചിട്ടാണെങ്കിൽ അവിടെ എന്ത് നടക്കില്ല, മിസ് മാച്ച് ആയിരിക്കും അല്ലെ, അവിടെ പ്രോസസ്സ് നടക്കില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഫോർവേഡ് അല്ലെങ്കിൽ ഒരു പ്രൈമർ, അലീൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൈമർ ഡിസൈൻ ചെയ്തു. ഓക്കെ, രണ്ട് റിയാക്ഷൻ സെറ്റപ്പ് നടത്താറുണ്ട്, ഒരു വൈൽഡ് ടൈപ്പിനും ഫോർ മ്യൂട്ടന്റിനും. ഓക്കെ, ഒരു മ്യൂട്ടന്റിന് ഒരു ടൈപ്പും അല്ലെങ്കിൽ വൈൽഡ് ടൈപ്പിന്, അങ്ങനെ രണ്ട് പ്രൈമർ നമ്മൾ ഡിസൈൻ ചെയ്യും.
അതിനുശേഷം രണ്ടും ബേസ് ചെയ്തിട്ട് നോക്കുക. അപ്പൊ ഏതിനാണോ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത്, ഇപ്പൊ വൈൽഡ് ടൈപ്പ് വെച്ചിട്ട് നോക്കുമ്പോൾ ആംപ്ലിഫിക്കേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ മ്യൂട്ടേഷൻ ഒന്നുമില്ല. പക്ഷെ മ്യൂട്ടന്റ് വെച്ചിട്ടാണ് നടത്തുന്നതെങ്കിൽ മ്യൂട്ടേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി അതിനുശേഷം അങ്ങനെ പ്രൈമർ ഒക്കെ നടത്തിയതിനു ശേഷം നമ്മൾ PCR സാധാരണ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു PCR നടത്തും. അതിനുശേഷം അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് വെച്ചിട്ട് ബാൻഡ് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ അനാലിസിസ് നടത്തുകയാണ്. അപ്പൊ മെയിൻ ആയിട്ട് പോയിന്റ് മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ SNPയുടെ ഡിറ്റക്ഷൻ, പ്ലാന്റിൽ പോയിന്റ് മ്യൂട്ടേഷൻ ഒക്കെ നടത്താൻ വേണ്ടിയിട്ടും പ്ലാന്റ് വെറൈറ്റീസിന്റെ ജീനോടൈപ്പിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ദെൻ മാർക്ക് അസിസ്റ്റന്റ് സെലക്ഷന് വേണ്ടിയിട്ടും ഡിസീസ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള അലീൽസിന്റെ ഡിറ്റക്ഷനും വേരിയേഷൻ, പ്ലാന്റ് പോപ്പുലേഷനിലെ വേരിയേഷൻ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അലീൽ സ്പെസിഫിക് ആയിട്ടുള്ള PCR എടുത്തത്. സോ ഇന്നത്തെ ക്ലാസ് കുറച്ച് വലിയ ക്ലാസ് ആണ്, അതുകൊണ്ട് തന്നെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ടൈപ്സും കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ ക്ലാസ് അത്രയേ ഉള്ളൂ. താങ്ക് യു.